ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി നൽകിയ ഒരു അപേക്ഷ അത് റാന്നി മജിസ്ട്രേറ്റ് കോടതി മുൻപ് തള്ളിയിരുന്നു. എങ്കിൽ പോലും ഈ കേസിനെ വിടാതെ പിന്തുടരുന്നുണ്ട് കേന്ദ്ര ഏജൻസി. അതോടൊപ്പം തന്നെ ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം കോടതിയിൽ ആവശ്യപ്പെടുന്നതായിരിക്കും. 1 മാസം കൂടി സമയം തേടി ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയും നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, SIT ഈ കേസിന്റെ അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്വേഷണം പൂർത്തീകരിക്കാൻ നേരത്തെ 6 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി നൽകിയിരുന്നത്. ഇപ്പോൾ തന്നെ 5 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ 1 മാസം കൂടി വേണമെന്നാണ് SITയുടെ പക്ഷം. ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതിയും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനെന്തുകൊണ്ട് കൂടുതൽ സമയം വേണം, ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. സ്വാഭാവികമായും ഹൈക്കോടതി അത് അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് കട്ടിളപ്പാളി കേസിൽ അഴിമതി നിരോധന കുറ്റം കൂടി ചുമത്തിയെന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഹൈക്കോടതി തന്നെ ഇതിൽ PC ആക്ട് നിലനിൽക്കുമോ എന്നത് പരിശോധിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ അഴിമതി നിരോധന നിയമം ചുമത്തുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിലേക്കുള്ള വഴി തുറക്കുന്നു എന്നതാണ്. നേരത്തെ തന്നെ SIT അന്വേഷണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ED ഇതിൽ പ്രാഥമികമായ പരിശോധനകൾ തുടങ്ങിയിരുന്നു. അവർ FIR ലഭ്യമാക്കാൻ വേണ്ടി കോടതിയിൽ അടക്കം അപേക്ഷ നൽകി. എന്നാൽ റാന്നി മജിസ്ട്രേറ്റ് കോടതി സർട്ടിഫൈഡ് കോപ്പിക്കുള്ള അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ SIT അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റൊരു ഏജൻസി ഇപ്പോൾ അന്വേഷിക്കേണ്ടതില്ല എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. എന്തായാലും അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്തിയതോടുകൂടി EDക്ക് സുഗമമായി ഈ കേസിൽ വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. അവർക്ക് കടന്നു വരാൻ കഴിയുന്നു എന്നതാണ്. ഇനി ഇവർ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയതോടുകൂടി കൃത്യമായും അതിലെ അഴിമതി പണം എങ്ങോട്ടേക്ക് പോയി എന്ന് കണ്ടെത്തേണ്ട ബാധ്യത EDക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ കേസിൽ അറസ്റ്റിലുള്ള പ്രതികളെ അടക്കം അവർ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതായത് SITയുടെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ചാലും ഈ പ്രതികൾക്ക് ഉടനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.